അവൻ ആസിഫലി അറിയാം, ആസിഫിലോട് ഞാൻ അങ്ങനെ ചെയ്തില്ല, എന്നാ നാറി. ഇനി നീയും കൂടി ആയാൽ എനിക്ക് താങ്ങാനാവില്ല, വീട്ടിൽ പോ. എന്നിട്ട് വന്ന് ഇന്റർവ്യൂ ഇരുന്ന് പറഞ്ഞ കേട്ടോ, കള്ളൻ. ഇവൻ കള്ളനാ കേട്ടോ, ഈ നാരായണൻ എന്ന് പറഞ്ഞു. ആഹാ, ഇപ്പൊ അങ്ങനെയായ എന്നെ കള്ളനാക്കുന്ന കൊള്ളാലോ. കള്ളം മാത്രമല്ല, ഉളുപ്പില്ലാത്തവനാ, ഉളുപ്പില്ലാത്തൊരുത്തന. അയ്യേ, വൃത്തികെട്ടവൻ. അവൻ കാണിച്ചു കണ്ടു ഇവനെ ആരാണ്ടാന്നുള്ളൊരു വിചാരം ഇവനുണ്ട്, മനസ്സിലായോ? തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുവല്ല. എന്നെ എടുത്ത് ഇവന്റെ കൂടെ വന്നിട്ട് അപ്പുറത്ത് വിളിച്ച്, ജയരാജ് ഇങ്ങനെ വന്നേ, ജയരാജിന്റെ ഒന്നും ഞാൻ മേടിക്കത്തുള്ളൂ, ഞാൻ വലിയ ആളല്ലേ. അത് തന്നെ പാച്ചേട്ടാ, അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. കുളവായെന്ന് പറഞ്ഞപ്പോ ന്യായീകരിക്കുക. ഞാൻ ഒരു മനുഷ്യനെ പോലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന്. മനസ്സിലായടാ നിന്നെ പോലെ. നീ ഏത് മുഴുത്ത് എന്ത് പറയുവൻ കാണിച്ചു? എനിക്ക് ആ കണ്ടിട്ട് ഇവന്റെ ആദ്യമായിട്ട് കാണോ ഈ ഉളുപ്പില്ലാത്തവനെ ഇങ്ങനത്തെ. ഇവനൊക്കെ ഏതാ ഇവനക്ക്? ആസിഫലി ഇവന് അവാർഡ് കൊടുക്കാൻ വിളിച്ചോ പോരുതാ. കൊടുത്തു, കിട്ടി. കണ്ണേട്ടിന് കൊടുത്തു, എനിക്ക് കിട്ടി. ഇങ്ങനത്തെ നാറികൾക്കൊക്കെ ആസിഫലി അവാർഡ് കൊടുക്കേണ്ടി വന്നല്ലോ നോക്കുമ്പോഴാണ്. ഇതില്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഇവനെയൊക്കെ ആരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി, ഇങ്ങനത്തെ അല്പന്മാരെ? ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? അയ്യേ, വൃത്തികെട്ടവൻ. അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? അവനെന്തോ മുഴുത്തവനെ പോലെ. ഇവൻ ഏതാ ഇവൻ? ഈ കണ്ടാച്ചാലും മതി, അവന്റെ വേഷം കിട്ടി വന്ന് നിൽക്കുന്നുണ്ട്. അവനെന്തോ മറ്റൊരുത്തവനെ പോലെ വന്നേക്കുന്നേ. എന്ത് ഇനി എങ്കിലും ഊരി കളയണേ. ആർക്ക് വേണം നിന്റെ സോറി? ചോറി പറയാൻ വന്നേക്കുന്നു. ഇങ്ങനെ ആൾക്കാരുടെ കൊണ്ടുവരാൻ കൊള്ളാവുന്ന ഐറ്റം ഒന്നും അല്ലിത്. അതിനങ്ങനെ ബിഹേവ് ചെയ്യാനൊന്നും അറിയത്തില്ല. ഏതോ ഇടുക്കിലിരിക്കും അവൻ. അത് ശരിയാ, നായ നടുക്കാരിൽ ചെന്നാലും ശരി, അത് നക്കിയാ കുടിക്കുള്ളൂ. നിന്നെ തുപ്പും, തൂറി എറിയും. എന്തോ നാരായണൻ, എന്തോന്ന് നാരായണായാലും എന്തും മയിലായാലും എന്തോ ഇതുപോലത്തെ പറഞ്ഞവനെയൊക്കെ അവൻ ഇറങ്ങിയേക്കോ. എനിക്കിത് വേണമായിരുന്നു. സത്യം പറഞ്ഞ എനിക്കുള്ള കൊല്ലാൻ തോന്നി. സാധിക്കൂല മോളെ, അത്ര പെട്ടെന്ന് ചാവണ സൈസ് അല്ലേ അവനെയൊക്കെ. എന്തൊരു നശിച്ചവനാണ് നീ. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന കേൾക്കാൻ സൗകര്യമില്ല. ഈഗോ അതിനകത്തങ്ങ് കേറിയങ്ങ് അവൻ ഈഗോ ആയിട്ട് സ്പീക്ക്. നാണം കെട്ടവൻ. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? എന്നിട്ട് നാണമില്ലാതെ വന്നിരുന്ന് കോണ പറയുന്നു. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അവൻ വന്നേക്കവൻ ഉണ്ടാക്കാൻ. ഇത്ര ഉടുപ്പില്ലാതെ കള്ളവും പറയുന്നു വന്നിരുന്നോണ്ട്. നീ എന്താ മൈരാണെങ്കിലും കൊള്ളാം, നിന്നെ മൈരെന്ന് വിളിച്ചാൽ അതിനൊരു സംശയമില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. എവിടെ നിന്ന് ഇറങ്ങി പച്ച തെറിയ ഇവനൊക്കെ വിളിക്കണ്ടേ? ഇപ്പൊ തന്നതോ പുതിയ തെറിയൊന്നും വിളിക്കാനും പറ്റിയില്ല.